തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് പരിസരത്ത് സ്പോർട്സ് കൌൺസിൽ ആസ്ഥാനത്ത് ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് വലിയ പൊട്ടിത്തെറി ഉണ്ടാകുന്നത്. വലിയ ശബ്ദം കേട്ട് ജീവനക്കാർ തന്നെയാണ് 108 ആംബുലൻസിനെ വിവരം അറിയിക്കുകയും ഒക്കെ ചെയ്തത്. ഇവിടെ 2 ജീവനക്കാർ AC മെക്കാനിക്കുമാർ പണിയെടുക്കുന്നുണ്ടായിരുന്നു. ഈ സ്പോർട്സ് കൌൺസിലിന്റെ ആസ്ഥാന മന്ദിരത്തിനകത്ത് തന്നെയാണ് ജില്ലാ സ്പോർട്സ് കൌൺസിലിന്റെ തന്നെ മന്ദിരവുമുള്ളത്. അവിടെയാണ് AC മെക്കാനിക്കുമാർ 2 പേർ നിന്ന് പണിയെടുക്കുന്നതിനിടയ്ക്ക് AC പൊട്ടിത്തെറിച്ചു എന്നുള്ളതായിരുന്നു പ്രാഥമികമായിട്ട് ലഭിച്ച വിവരം. എന്തായാലും അതിനപ്പുറത്തേക്ക് ഈ AC പണിയുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ ലഭിക്കുന്ന വിവരം. എന്തായാലും കന്റോൺമെന്റ് പോലീസിനാണ് അന്വേഷണ ചുമതല. കന്റോൺമെന്റ് പോലീസ് പ്രദേശത്തെത്തി ഈ വിവരങ്ങളെല്ലാം കൂടുതൽ അന്വേഷിച്ച് അറിയുകയും ചെയ്തു എന്നുള്ളതാണ്. എന്തായാലും AC മെക്കാനിക്കുമാർ എത്തിയ സമയത്ത് ഇവർ 2 പേരും പുറത്തുനിന്നാണ് പണിയെടുത്തുകൊണ്ടിരുന്നത്. അതേ സമയത്താണ് ഈ കംപ്രഷൻ മൂലം ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിക്കുകയും 2 പേർക്ക് സാരമായി പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നുള്ളതാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് ചില കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഈ ബിൽഡിങ്ങിനോട് ചേർന്ന് തന്നെയാണ് ഒരു ഓടയുണ്ട്. ആ ഓടയ്ക്കുള്ളിലേക്ക് ഒരു ജീവനക്കാരൻ വീഴുകയും സാരമായി തന്നെ പരിക്കേൽക്കുകയും ഈ പൊട്ടിത്തെറിയിൽ അദ്ദേഹത്തിന്റെ മുഖത്തും ശരീരത്തും അടക്കം ഈ ACയും അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളും ഒക്കെ തറഞ്ഞു കയറുകയും ചില്ലുകൾ ജനാലകളുടെ ചില്ലുകൾ അടക്കം തറഞ്ഞു കയറുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി എന്നുള്ളതാണ്. എന്തായാലും കന്റോൺമെന്റ് പോലീസ് ഈ അതീവ സുരക്ഷാ മേഖലയിൽ നടന്നിട്ടുള്ള പൊട്ടിത്തെറിയിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്താണ് സംഭവിച്ചതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ നിലവിൽ പോലീസ് അന്വേഷിച്ച് വരികയുമാണെന്നുള്ളതാണ്. ഏറ്റവും എടുത്തു പറയേണ്ടത് 2 ജീവനക്കാരായിരുന്നു പണിക്കായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. ഇവർ 2 പേർക്കും സാരമായി തന്നെ പരിക്ക് ഉണ്ട് എന്നുള്ളതാണ്. പള്ളിച്ചൽ സ്വദേശിയായിട്ടുള്ള രാജേഷ് 48 വയസ്സുള്ള രാജേഷും അതേപോലെ തന്നെ കാരക്കാമണ്ഡപം സ്വദേശിയായിട്ടുള്ള സുരേഷ് 48 വയസ്സുള്ള സുരേഷിനുമാണ് സാരമായി തന്നെ പരിക്ക് ഏൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വലിയ പൊട്ടിത്തെറി ശബ്ദം ഉണ്ടായതിനെ തുടർന്ന് ഈ ജീവനക്കാർ അടക്കം വന്ന് നോക്കുമ്പോഴാണ് ജീവനക്കാരൻ ഒരാൾ ഈ ഓടയ്ക്കുള്ളിൽ കിടക്കുകയും മറ്റൊരാൾ മാറി കിടക്കുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടാകുകയും തുടർന്ന് 108 ആംബുലൻസിലും കന്റോൺമെന്റ് പോലീസിനെയും വിവരങ്ങൾ അറിയിക്കുകയും ചെയ്തത്. ആ പൊട്ടിത്തെറിയുടെ ആഘാതത്തിലാണ് ഈ മുറിക്കുള്ളിൽ ഇത്രത്തോളം തന്നെ ACയുടെ ഭാഗങ്ങൾ അടർന്നു വീഴുകയും പൊട്ടിത്തെറിച്ച് ചിന്നിച്ചിതറി കിടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയതെന്നുള്ളതാണ്. എന്തായാലും അത്രത്തോളം വലിയ പൊട്ടിത്തെറിയാണ് കേട്ടതെന്നുള്ളതാണ് ഈ സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ ആസ്ഥാനത്തിന് തൊട്ടടുത്ത് തന്നെയുള്ള ജീവനക്കാരൊക്കെ തന്നെ പറയുന്നത്. അങ്ങനെയാണ് നമ്മളെയും വിവരം അറിയിക്കുകയും തുടർന്ന് റിപ്പോർട്ടർ സംഘം ആദ്യം ഈ പ്രദേശത്ത് എത്തുകയും ഇത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. ഇന്ന് 2 മണിയോട് കൂടിയിട്ടാണ് കേരള സ്പോർട്സ് കൌൺസിലിന്റെ കോമ്പൗണ്ടിൽ തന്നെ പ്രവർത്തിക്കുന്ന തിരുവനന്തപുരം ജില്ലാ സ്പോർട്സ് കൌൺസിലിന്റെ ഓഫീസിലാണ് ഉഗ്രശബ്ദത്തോടുകൂടി AC പൊട്ടിത്തെറിച്ചത്. മനസ്സിലാക്കുന്ന അനുസരിച്ച് AC മെക്കാനിക്കുമാർ വന്ന് അവർ അതിൽ ഗ്യാസ് നിറക്കുന്ന സമയത്ത് അതിന്റെ മെക്കാനിക്കൽ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ പൊട്ടിത്തെറി സംഭവിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ മെക്കാനിക്കുമാരായിട്ടുള്ള 2 പേരാണ് ഇപ്പോൾ ആശുപത്രിയിൽ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. അതിലൊരാൾക്ക് പൊള്ളലേറ്റിട്ടുണ്ട്, മറ്റൊരാൾക്ക് ചെതറിത്തെറിച്ചിട്ടുള്ള ACയുടെ എഞ്ചിൻ ചെതറിത്തെറിച്ച് അതിന്റെ ഭാഗങ്ങളെല്ലാം തന്നെ ചീളുകളെല്ലാം ശരീരത്തിലേക്ക് തറച്ച നിലയിലാണ് ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുള്ളത്. ഇതാണ് സ്ഥിതി. ഇപ്പോൾ എങ്ങനെയാണത് സംഭവിച്ചത് എന്നുള്ളത് അതിന്റെ ടെക്നിക്കലായിട്ടുള്ള വശം അറിയില്ല. പക്ഷേ വളരെ റീസെന്റ് ആയിട്ടാണ് ഈ ഓഫീസ് റിനോവേറ്റ് ചെയ്ത് വീണ്ടും പ്രവർത്തനം ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. അവിടെയാണ് ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്. ഒരാൾക്ക് കൈയിന് പൊള്ളലേൽക്കുകയാണ് ചെയ്തിട്ടുള്ളത്, മറ്റൊരാൾക്കാണ് ചീളുകൾ തെറിച്ച് കയറിയിട്ടുണ്ട് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും മുഖത്തും തലയിലുൾപ്പെടെ. അത്ര ഗുരുതരമല്ല, എന്നാൽ പോലും അവിടെ നല്ല ഡോക്ടർമാരത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോൾ അയാളുടെ ഒരു ജീവനാപത്തില്ല എന്നുള്ളതിനപ്പുറത്തേക്ക് ഗുരുതരമല്ല എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന സ്ഥിതിയല്ല. അത് ടെക്നിക്കൽ വശം നമുക്ക് പറയാൻ അറിയില്ല. കാരണം അത് ഗ്യാസ് നിറക്കുകയായിരുന്നു. അതിന്റെ മെക്കാനിക്ക് വന്ന് പുറത്തുനിന്നുള്ള ആളുകളാണ്, നമ്മുടെ സ്റ്റാഫല്ല. പുറമേ നിന്നുള്ള 2 പേർ ഇതിന്റെ ACയുടെ മെക്കാനിക്കുമാരായിട്ടുള്ള 2 പേരാണ് ഇതിന്റെ ഗ്യാസ് നിറക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇല്ല, അതിലേക്ക് മാറിയിട്ടില്ല. അതിന്റെ പണി ഇനിയും കുറച്ചുകൂടി ഫർണിഷിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ പൂർത്തീകരിക്കാനുണ്ട്. മാത്രമല്ല ഏതൊക്കെയാണ് ഓഫീസ്, ഇപ്പോൾ അതിൽ സ്പോർട്സ് കൌൺസിൽ മാത്രമല്ല സ്പോർട്സ് ഡയറക്ടറേറ്റ്, അതുപോലെ തന്നെ വിവിധ ഓഫീസുകളായിട്ടാണ് 3 ഓഫീസുകളായിട്ടാണ് അത് പ്രവർത്തിക്കാൻ വേണ്ടി ആലോചിച്ചിട്ടുള്ളത്. ഇല്ല. പല ACകളും എല്ലാം നല്ല കാലപ്പഴക്കമുള്ളതാണ്. പ്രത്യേകിച്ച് 2010-12 ഉള്ള ACകളാണ് പലതും ഇരിക്കുന്നത്. അത് ഒരു യാഥാർത്ഥ്യമാണ്.
കാരണം പലതും എനിക്ക് തോന്നുന്നു 2015 ദേശീയ ഗെയിംസിന്റെ ഒക്കെ സമയത്ത് വാങ്ങിയിട്ടുള്ള എ സികളാണ് പലതും. പരിശോധിച്ച് എങ്ങനെയാണ് എന്നുള്ളത് ഇപ്പോൾ കോമ്പൗണ്ട് സംസ്ഥാന സ്പോർട്സ് കൌൺസിലിന്റേതാണെങ്കിൽ പോലും ഓഫീസ് ജില്ലാ സ്പോർട്സ് കൌൺസിലിന്റെയാണ്. എന്തായാലും അത് പരിശോധിച്ചിട്ട് കൈകാര്യം ചെയ്യും. തീർച്ചയായും ഇതിപ്പോൾ എസ്കേപ്പ് സ്പോർട്സ് കേരള ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ടാണ് ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലത്തെ ബിൽഡിങ്ങുകളും ഇതുപോലത്തെ റെനോവേഷനും നടന്നു വരുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇപ്പം തന്നെ എസ് പൊട്ടിത്തെറിക്കുമ്പം സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ നടത്തി വരുന്ന ബിൽഡിങ്ങിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും 15 വർഷങ്ങൾക്ക് മുമ്പുള്ള എ ആണ് ഇപ്പം റീഫിൽ ചെയ്യാൻ കൊണ്ടുവരികയും അതിനകത്ത് യഥാർത്ഥ ഇതിന്റെ കമ്പനിക്കാരല്ലാത്ത വെളിയിൽ നിന്നുള്ള 2 ജീവനക്കാരെ കൊണ്ടുവന്നാണ് ഈ ഗ്യാസ് ഫില്ല് ചെയ്തത്. ഒരുപക്ഷെ 2, 3, 4 ദിവസം കഴിഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായും ഇവിടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് സ്പോർട്സ് ഹോസ്റ്റൽ അഡ്മിഷൻ ബന്ധപ്പെട്ട് കുട്ടികളും അതുപോലെ പാരന്റ്സ് എല്ലാം വന്ന് തിങ്ങി നിറഞ്ഞിരുന്നെങ്കിൽ വളരെ വളരെ ഗുരുതരമായ ഒരു അപകടമാണ് നമുക്ക് തൽക്കാലം ഇപ്പോൾ ഒഴിവായിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഈ അപകടത്തിൽപ്പെട്ട 2 ടെക്നീഷ്യന്മാരുണ്ട്. അവർക്ക് അടിയന്തരമായ വൈദ്യസഹായം എത്തിക്കാൻ സ്പോർട്സ് കൌൺസിലും അതോടൊപ്പം സർക്കാർ തലത്തിലും അത് നടപടി ഉണ്ടാവണം. അതോടൊപ്പം തന്നെ ഇത് സമഗ്രമായ ഒരു അന്വേഷണം ആവശ്യമാണ്. ഇത്തരത്തിലുള്ള ഗുരുതരമായ ക്രമക്കേടുകൾ പല സ്ഥലങ്ങളിലുണ്ട്. അതിന്റെ ഒരു തുടക്കം എന്ന നിലയിലാണ് ഇപ്പോൾ ഇവിടെ പൊട്ടിത്തെറിക്കപ്പെട്ടിരിക്കുന്നത്. പണിതീരാത്ത പല ബിൽഡിങ്ങുകളും ഉദ്ഘാടനം ചെയ്യപ്പെട്ട് അതെ സെക്രട്ടറിയേറ്റ് തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന വളരെ സെൻസിറ്റീവായ ഏരിയയാണ്. ഈ ഏരിയയിൽ ഈ അപകടം ഉണ്ടായ ഒരു മതിലാണ്. സെക്രട്ടേറിയറ്റ് തന്നെ അത് അങ്ങോട്ട് ബാധിക്കുമായിരുന്നു. അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരുപാട് അപകടം സംഭവിച്ചിട്ടുണ്ട്, ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിനെതിരെ ശക്തമായ ഒരു നടപടി സ്വീകരിക്കണം. ഇതിന്മേൽ ഇങ്ങനെ ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. എന്തായാലും നമുക്ക് തൊട്ടടുത്ത് തന്നെ ആ എ സി പണിതുകൊണ്ടിരുന്ന സ്ഥലത്ത് രക്തം തളം കെട്ടി കിടപ്പുണ്ട്. അത്രത്തോളം വലിയ പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ നീങ്ങി എന്നുള്ളത് തന്നെയാണ്. എന്തായാലും സെക്രട്ടേറിയറ്റിനോട് ചേർന്ന് അതീവ സുരക്ഷാ മേഖലയാണ്. അതീവ സുരക്ഷാ മേഖല ആയതുകൊണ്ട് തന്നെ കന്റോൺമെന്റ് പോലീസ് ഈ വിഷയങ്ങൾ നിലവിൽ അന്വേഷിച്ചു വരികയാണ്. എന്താണ് സംഭവിച്ചത്, പൊട്ടിത്തെറിക്കാനുള്ള സാഹചര്യം നിലവിൽ പോലീസിന്റെ പ്രാഥമിക നിഗമനത്തിൽ ഈ ഗ്യാസ് സിലിണ്ടറിലെ കംപ്രഷൻ മൂലം പൊട്ടിത്തെറിച്ചു എന്നുള്ളതാണ്. തൊട്ടടുത്ത് തന്നെ ചേർന്ന് പാർക്ക് ചെയ്യുന്ന ബിൽഡിങ്ങിനോട് ചേർന്ന് പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങളുടെ ചില്ലുകളടക്കം തകർന്നിട്ടുണ്ട്. ഈ ആഘാതത്തിൽ, അതായത് പൊട്ടിത്തെറിയുടെ ആഘാതത്തിൽ ചില്ലുകൾ, ഈ ബിൽഡിങ്ങിന്റെ ചില്ലുകൾ പൊട്ടിത്തെറിച്ചു. സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ പുതിയ ബിൽഡിംഗിലേക്ക് മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുമ്പോഴാണ് പഴയ ബിൽഡിംഗിൽ ഇപ്പോൾ നവീകരണ പ്രവർത്തനങ്ങളൊക്കെ നടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു 10 വർഷത്തോളം ആയി പ്രവർത്തിക്കുന്ന എ സികളാണ് ഇവിടെ പലയിടത്തും ഉള്ളത്. അതുകൊണ്ട് തന്നെ വലിയ തരത്തിൽ തന്നെ കാര്യങ്ങൾ ബുദ്ധിമുട്ടിലായിരുന്നു. അങ്ങനെയാണ് വീണ്ടും നവീകരണ പ്രവർത്തനങ്ങൾ മുൻപോട്ട് പോവുകയും ഈ കെട്ടിടത്തിനകത്തെ എ സികളടക്കം നവീകരിക്കുന്നതിന്റെ ഭാഗമായി ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ ഉണ്ടായിരുന്ന 2 ജീവനക്കാരെ ഇവിടേക്ക് താൽക്കാലിക ജീവനക്കാരെ കൊണ്ടുവരികയും ചെയ്തത്. അവരുടെ അവസ്ഥയാണ് ഇപ്പോൾ നിലവിൽ ഗുരുതരമായി തുടരുന്നത്. എന്തായാലും ഇപ്പോൾ സ്പോർട്സ് കൌൺസിൽ സംസ്ഥാന പ്രസിഡന്റ് നമ്മോട് പ്രതികരിക്കുകയും ചെയ്തു. അദ്ദേഹം പറയുന്നത് തൊട്ടടുത്ത ബിൽഡിംഗിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. പൊട്ടിത്തെറിയുടെ ശബ്ദം കേട്ടുകൊണ്ടാണ് ഈ പ്രദേശത്തേക്ക് വരുന്നത്. എന്തായാലും ജീവനക്കാർക്ക് വേണ്ടിയ എല്ലാവിധ സഹായങ്ങളും സ്പോർട്സ് കൌൺസിൽ ആലോചിച്ച് തീരുമാനിക്കുമെന്ന് പറയുന്നുണ്ട്. 2 പേരുടെയും അവസ്ഥ അതീവ ഗുരുതരമാണ്. 40% ഒരാളുടെ ശരീരത്തിലുള്ള പൊള്ളലും അതേപോലെ തന്നെ ചില്ലുകൾ തറച്ചു കയറി ഉണ്ടായ മാരകമായ മുറിവുകളും. എന്തായാലും സ്പോർട്സ് കൌൺസിൽ ധനസഹായത്തിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും കന്റോൺമെന്റ് പോലീസും ഈ വിഷയത്തിൽ തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. എങ്ങനെയാണ് അതീവ സുരക്ഷാ മേഖലയിലെ പൊട്ടിത്തെറി ഉണ്ടായതെന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. വീഡിയോ ജേർണലിസ്റ്റ് ശ്രീജു നാഗപ്പനൊപ്പം റിപ്പോർട്ടർ ഗോകുലനാഥ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.